നോക്കേണ്ട പോരാട്ടത്തിൻ മാറ്റണികൾ നേടിയെടുത്തവ സംരക്ഷിക്കാൻ ഇന്നീ തെരുവിലിറങ്ങുമ്പോൾ തെരുവിൽ ഞങ്ങൾ ഇറങ്ങുന്നു. ഓർക്കുക മോദി വീണ്ടും തൊഴിലാളികളെ കൊല്ലാൻ വേണ്ടി മാറ്റിയെടുത്തൊരു ലേബർ കോഡ് ഇന്നീ മണ്ണിൽ ശാശ്വതമാക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞേക്കാം. തൊഴിലാളി ഐക്യ സിന്ദാബാദ്. ഇൻക്ലാബ് സിന്ദാബാദ്. നട്ടുവളർത്തൊരു രാജ്യത്തെ ലേബർ കോഡിൻ പേര് പറഞ്ഞ് മുറിക്കാൻ നോക്കുമ്പോൾ രാജ്യത്തിന്റെ രക്ഷയ്ക്കായി ഇന്നീ തെരുവിലിറങ്ങുന്നു. ലേബർ കോഡ് പിൻവലിക്കൂ അധികാരികളെ. രക്ഷിക്കൂ. പൊതുമേഖലയെ സംരക്ഷിക്കാൻ ലേബർ കോഡ് റദ്ദാക്കാൻ ഇന്നീ തെരുവിലിറങ്ങുമ്പോൾ വിജയം മാത്രം. ഞങ്ങൾക്കായിരം വിജയം മാത്രം. മാറ്റിത്തീർക്കാൻ നോക്കുമ്പോൾ പിൻവലിക്കൂ. ലേബർ കോഡ് പിൻവലിക്കൂ. ഇൻക്ലാബ് സിന്ദാബാദ്. തൊഴിലാളി ഐക്യ സിന്ദാബാദ്. നടപ്പിൽ വരുത്തിയിട്ടുള്ള ലേബർ കോഡ് തീർത്തും തൊഴിലാളി വിരുദ്ധവും മനുഷ്യവിരുദ്ധവുമായിട്ടുള്ള ഒരു നിയമസംഹിതയാണ്. നിലവിലുണ്ടായിരുന്ന ലേബർ കോഡുകളെ 29ഓളം തൊഴിൽ നിയമങ്ങളെ ചുരുക്കിക്കൊണ്ട് വെറും 4ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അതിൻ്റെ പരസ്യം നിങ്ങൾ കണ്ടു വേണം. പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ തേൻ പുരട്ടിയിരിക്കുന്നതാണ്, പക്ഷെ അതിനകത്ത് കിടക്കുന്ന മുഴുവൻ ചുരുടനാണ്. അത്തരത്തിലുള്ള ലേബർ കോഡ് അവതരിപ്പിച്ചുകൊണ്ട് തൊഴിലാളികളെ അടിമ സമാനമായിട്ട് മാറ്റുന്നതിന് ഉള്ള ഒരു ലേബർ കോഡാണ് ഇപ്പോൾ മോദി സർക്കാർ സ്ഥാപിച്ചിട്ടുള്ളത്. 2020-21 പാർലമെൻറ്റ് പാസ്സാക്കിയതാണെങ്കിൽ പോലും അത് നടപ്പിലാക്കാൻ ധൈര്യം മോദി ഗവൺമെൻറ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള ചില സംഭവവികാസങ്ങൾ അവർക്കുള്ള പിന്തുണയായിട്ട് കണക്കാക്കിക്കൊണ്ട് മോദി സർക്കാർ ലേബർ കോഡ് തൊഴിലാളികളെ അടിമകളാക്കുന്ന വിധത്തിലുള്ള ലേബർ കോഡ് രാജ്യത്ത് നടപ്പിലാക്കിയിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ രാജ്യത്താകമാനം ലേബർ കോഡ് നടപ്പിലാക്കുന്നതിനെതിരായിട്ട് ബ്ലാക്ക് ഡേ അടുത്ത ദിനം ആയിട്ട് ആചരിക്കുകയും ബാഡ്ജ് ധരിച്ചുകൊണ്ട് എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും വ്യവസായ സ്ഥാപനങ്ങളിലും തൊഴിൽ മേഖലകളിലും സ്വകാര്യ പൊതുമേഖല എന്ന വ്യത്യാസമില്ലാതെ തൊഴിലാളികൾ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അതിൻ്റെ ഭാഗമാണത്. സ്വാഭാവികമായിട്ട് ഈ ലേബർ കോഡ് ഈ തൊഴിലാളികളുടെ പ്രതിരോധത്തെ തുടർന്ന് ഈ മോദി സർക്കാരിന് പിൻവലിക്കേണ്ടതായിട്ട് വരും. രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിച്ചുകൊണ്ട് യാതൊരുവിധ ജനാധിപത്യ ചർച്ചകളും കൂടാതെ പാർലമെന്റിൽ ഏകപക്ഷീയമായിട്ട് നടപ്പിലാക്കുകയാണ് ലേബർ കോഡിനെ സംബന്ധിച്ച്, ലേബർ കോഡ് ഉൾപ്പെടെയുള്ള ചില നിയമങ്ങളെ സംബന്ധിച്ച് ഈ BJP സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരായിട്ടുള്ള പോരാട്ടമാണ്. തീർച്ചയായിട്ടും ആ പോരാട്ടത്തിൽ HMTയിലെ തൊഴിലാളികളും ഒറ്റക്കെട്ടായിട്ട് നിലനിൽക്കണമെന്ന് മാത്രം പറഞ്ഞു. 28 സംസ്ഥാനങ്ങളിലും കരിദിനം ആചരിക്കുകയാണ്. 2020 കോവിഡിൻ്റെ കാലത്ത് ലോക്സഭയിലും രാജ്യസഭയിലും ചർച്ച കൂടാണ്ട് പാസാക്കിയ ഈ കരിനിയമം രാജ്യത്ത് 29 തൊഴിൽ നിയമങ്ങളെ 4 കോഡുകളാക്കി തിരിക്കുക എന്നുള്ള ഒരു തെറ്റായ നിലപാടാണ് കേന്ദ്ര സർക്കാർ എടുത്തിട്ടുള്ളത്. രാജ്യത്തെ തൊഴിൽ നിയമങ്ങളെ കോഡാക്കുമ്പോൾ ഈ രാജ്യത്ത് തൊഴിലുമായി ബന്ധപ്പെട്ട് ഒരു ഡിസ്പ്യൂട്ടിന് നമുക്കൊരു കോടതിയിൽ പോലും പോവാത്ത രീതിയിലേക്കാണ് കേന്ദ്ര സർക്കാർ ഈ നിയമത്തെ വളച്ചൊടിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വേജ് കോഡ്. വേജ് കോഡിൽ പറയുന്ന ഇവിടുത്തെ പല സാമ്പത്തിക വിദഗ്ധരും പറയുന്നത് വേജ് കോഡ് നടപ്പാക്കിയ തൊഴിലാളികൾക്ക് ഗുണം ചെയ്യുന്നതാണ്. ഈ തൊഴിലാളികൾക്ക് അതാത് മാസം സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് ശമ്പളം കൊടുക്കുമെന്നാണ് വേജ് കോഡിൽ പറയുന്നത്. നിലവിൽ ഈ കോഡ് നിലവിലുണ്ട്. ഈ കോഡ് നിലവിലുണ്ട്. നമുക്കറിയാമല്ലോ, HMT പോലുള്ള ഈ മഹാസ്ഥാപനത്തിൽ 3 മാസം ശമ്പളം കിട്ടാണ്ടിരുന്നത് ഈ നിയമം എവിടെ പോയി എന്നുള്ളതാണ്. രാജ്യത്തെ കൊള്ളയടിക്കുന്ന ഈ കേന്ദ്ര സർക്കാർ
മേഖലയെ വിറ്റു നശിപ്പിക്കുന്ന ഈ സർക്കാർ നമ്മളെ തൊഴിലാളി വിരുദ്ധ നയമാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. തൊഴിലാളി സംഘടനകളെ ഒരു മുഖവിലയ്ക്കും എടുക്കാതെ, ഒരു ചർച്ചയ്ക്ക് പോലും നിൽക്കാതെ ഈ തൊഴിലാളികളെ വഞ്ചിക്കുന്ന ഈ കേന്ദ്ര സർക്കാരിൻ്റെ നയത്തിനെതിരെ തൊഴിലാളികൾ ഒന്നടങ്കം ഒറ്റക്കെട്ടായി പ്രതിഷേധിക്കണമെന്നാണ് ഞാൻ ഇപ്പോൾ പറയാനുള്ളത്. 2020 4 കർഷക നിയമം പാസാക്കി ഈ കർഷകരുടെ മുന്നിൽ മുട്ടുമടക്കാൻ ഈ മോദിയെ പ്രേരിപ്പിച്ചത് സംയുക്തമായ ട്രേഡ് യൂണിയനും കർഷക പ്രക്ഷോഭങ്ങളിലും കൂടിയാണ്. നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടതാണ്. കൂട്ടായ തീരുമാനത്തിൽ കൂടെ, സംഘടനാ പ്രവർത്തനത്തിൽ കൂടെ ഈ ജനവിരുദ്ധ തൊഴിലാളി വിരുദ്ധ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് അവസാനിപ്പിക്കാൻ പറ്റുള്ളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്ന് ഈ പ്രതിഷേധ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും നമസ്കാരം. ലേബർ കോഡ് നിയമമാണെങ്കിൽ പോലും അതിനോടുള്ള പ്രതിഷേധം സൂചിപ്പിച്ചുകൊണ്ട് നമ്മൾ ലേബർ കോഡ് കത്തിക്കുകയാണ്. ഈ ലേബർ കോഡ് കത്തിച്ചുകൊണ്ട് തൊഴിലാളികളുടെ പ്രതിഷേധം അതിശക്തമായിട്ടുള്ള ജോലിയായിട്ട് ഈ ബന്ധമായിട്ട് മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. തീർച്ചയായിട്ടും പാർലമെന്റിൽ BJP സർക്കാരിന് ഈ നിയമോട് പിൻവലിക്കേണ്ട ലേബർ കോഡിലേക്ക് കത്തിച്ചേ